സത്യവേദ പുസ്തകത്തിലെ 66 പുസ്തകമായ വെളിപ്പാട് പുസ്തകം താങ്കൾ പഠിക്കുവാൻ ശ്രമിക്കുന്നു എന്ന് അറിയുവാനിടയിൽ ശരിയല്ലേ? വളരെ ശരിയാണ്. എനിക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന പുസ്തകമാണ് ബൈബിൾ. അതിലെ വെളിപ്പാട് പുസ്തകം ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു. ഉണ്ടല്ലോ, ലോകാരംഭം മുതൽ ഇന്ന് വരെ നടന്നതും ഇനി നടന്നുകൊണ്ടിരിക്കുന്നു ഇനി നടക്കുവാൻ പോകുന്നതുമായ കാര്യങ്ങളെല്ലാം കോർത്തെളിയിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. അതാണ് ബൈബിളിലെ അവസാനത്തെ പുസ്തകം. ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് വെളിപ്പാട് പുസ്തകവുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയാണ്. ശരിയായിക്കോട്ടെ, എനിക്കറിയാവുന്നതെല്ലാം നിങ്ങളുമായി പങ്കുവെക്കാം. ഈ പുസ്തകം എഴുതിയത് കർത്താവിന്റെ അരുമശിഷ്യനായ യോഹന്നാനാണെന്നറിയാം. എന്നാൽ അദ്ദേഹം ഏത് സാഹചര്യത്തിലാണ് ഈ പുസ്തകം എഴുതിയത്? യേശു ക്രിസ്തുവിന്റെ ശിഷ്യനായിരുന്ന യോഹന്നാൻ യേശുവിന്റെ വചനം നിമിത്തം യേശുവിന്റെ സാക്ഷ്യം നിമിത്തം തടവിലാക്കപ്പെട്ടു. അവിടെ വെച്ച് ചൂടായ എണ്ണയിൽ പലവട്ടം മുക്കിക്കൊല്ലുവാൻ നോക്കിയെങ്കിലും എണ്ണ തണുത്തു പോയതിനാൽ അത് സാധിച്ചില്ല. അതിന് പകരം യോഹന്നാനെ പത്മോസ് എന്ന ദ്വീപിലേക്ക് കടത്തി. അവിടെ വെച്ചാണ് തനിക്ക് റെവലേഷൻസിന്റെ ദർശനങ്ങളുണ്ടായത്. ഇതിൽ 7 സഭകളെ കുറിച്ചുള്ള ദൂതുകൾ വായിക്കുന്നു. അതിനെപ്പറ്റി എന്തെങ്കിലും പറയാമോ? ആദ്യമായി എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. യേശു ക്രിസ്തുവിന് ഓരോ വ്യക്തിയെക്കുറിച്ചും ഓരോ സഭയെക്കുറിച്ചും നല്ല വ്യക്തമായ അറിവുണ്ടെന്ന് നമ്മളെല്ലാവരും ഓർത്തിരിക്കേണ്ടതാണ്. ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾക്ക് ഈ 7 സഭകളെ കുറിച്ച് അറിയാമോ? പറയാം. എഫെസോസ്, സ്മിർന, പെർഗമോസ്, തുയതൈര, സാർദീസ്, ഫിലദൽഫിയ, ലാവോദിക്ക. ശരിയാണ്. ഈ 7 സഭകൾ 7 സഭാ കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നതാണ്. 1-ാം നൂറ്റാണ്ടിലെ സഭ എഫെസോസ് സഭയെ സൂചിപ്പിക്കുന്നു. കഷ്ടാനുഭവ കാലത്തെ സഭകളെ സ്മിർനിയ സഭ സൂചിപ്പിക്കുന്നു. പെർഗമോസ് സഭ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി കാലഘട്ടത്തിലെ സഭകളെയും സൂചിപ്പിക്കുന്നു. ഇവര് മൂന്നും ആത്മാവ് പലവട്ടം സംസാരിച്ചുവെങ്കിലും കേൾക്കാത്ത സഭകളായിരുന്നു. അതുപോലെ തന്നെ 6-ാം നൂറ്റാണ്ട് മുതൽ 7-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെയുള്ള സഭകളെ തുയതൈര സഭ പ്രതിനിധീകരിക്കുന്നു. അത് മധ്യകാലഘട്ടത്തിലെ സഭകളാണ്. അതുപോലെ തന്നെ സർദീസ് സഭ നവോത്ഥാന കാലത്തെ സഭകളെയും പ്രവർത്തന കാലത്തെ സഭകളെ ഫിലഡൽഫിയ സഭയും ഒന്നുകൂടി വ്യക്തമാക്കാമോ? ഈ സഭകളുടെ കാലയളവ് എന്ന് വെച്ചാൽ 7-ാം നൂറ്റാണ്ട് മുതൽ ഇന്ന് നടക്കുന്ന കൃപായുഗത്തിന്റെ അവസാനം വരെയാണ്. ഈ സഭകളിൽ പലവട്ടം അനാചാരങ്ങൾ കയറി വരികയും ചെയ്യുന്നത് കാണാം. അതിലൊന്നാണ് കന്യാമറിയത്തെ ആരാധിക്കുക. ഞങ്ങൾ ഹിസ്റ്ററി പഠിച്ചപ്പോൾ കാണുന്ന മാർട്ടിൻ ലൂതർ, കാൽവിൻ, സ്പ്രിംഗ്ലി എന്നിവർക്ക് സഭാ കാലയളവിൽ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചവരാണല്ലേ? അതെ, ഇവർ സർദീസ് കാലഘട്ടത്തിലുള്ളവരാണ്. തുയതൈര കാലയളവിലെ ശേഷിപ്പിനെ അന്നുണ്ടായിരുന്ന അനാചാരങ്ങളൊക്കെ ചേർത്തുകൊണ്ടിരുന്ന ദേവദാസന്മാരാണ്. വചനം വന്നു പ്രൊട്ടസ്റ്റന്റ് സഭകൾ തുടങ്ങിയതും ഈ കാലയളവിലാണ്. ഫിലദൽഫിയ സഭകളെ സഹോദര സ്നേഹമുള്ള സഭകളിൽ വിളിക്കാൻ എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ? അതെ, ഇവർ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ്. 19-ാം നൂറ്റാണ്ടിൽ ബൈബിളിനെ അച്ചടി തുടങ്ങി ലോകമെമ്പാടും അത് ലഭിക്കുവാനും തുടങ്ങി. സഭാചരിത്രത്തിൽ ക്രമേണ തണുത്ത അവസ്ഥ നമുക്ക് കാണുന്നു. ആത്മീയതയ്ക്ക് ഒരു ശീതോഷ്ണ അവസ്ഥയെ നമ്മൾ കാണുന്നു. ഭൗതികമായ സമൃദ്ധിയും സ്വാധീനവും പോലും. അതോടൊപ്പം തന്നെ നമുക്ക് സ്വാധീനവും സമൃദ്ധിയും കാണും. കന്യകാമറിയം ആരാധന, ഔരവയ്ക്കും പ്രാധാന്യം, അനാചാരങ്ങൾ സ്ഥാനമാണുന്നത് എന്നിവ സഭയിൽ കയറിയതോടെ ദൈവത്തിന്റെ മഹത്വത്തിന് ഒരു മങ്ങലുണ്ടാകുന്നത് നമുക്ക് കാണാം. യേശു ക്രിസ്തു വാതിക്കൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന യഥാർത്ഥ സഭ ഇപ്പോഴും തന്റെ മണവാളനായി കാത്തിരിക്കുകയാണ്. മധ്യാകാശത്തിലേക്ക് എടുക്കുന്നവരെ ഈ ക്രിസ്തീയ സമൂഹം ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോഴും ലവോദിക്ക സഭയിലാണെന്ന് പറയുന്നത്. യേശു ക്രിസ്തു ഒരു ബലിയാടിനെ പോലെ താൻ അർപ്പിച്ചപ്പോൾ തന്നിൽ വിശ്വസിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടും. ഇവരാണ് മണവാട്ടി സഭയുടെ അംഗങ്ങളാകുന്നത്. ഈ വസ്തുത ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും പാവങ്ങൾ ഏറ്റു പറയുന്ന ഏവരും രക്ഷ പ്രാപിക്കുകയും ഈ സഭയുടെ അംഗങ്ങളാവുകയും ചെയ്യും.
സഭാ മധ്യത്തിൽ കൊണ്ടുപോയ ശേഷമാണ് കുഞ്ഞാടിൻ്റെ കല്യാണം തുടങ്ങുന്നത്, അതിൻ്റെ ഏർപ്പാടുകൾ തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഇസ്രായേൽ ജനതയ്ക്ക് ബന്ധപ്പെട്ട കാര്യങ്ങളും ആ സമയത്താണ് നടന്നത്. ഈ കാലയളവിനെ മഹാപീഠ കാലയളവ് എന്നാണ് പറയുന്നത്. ഏത് ദൈവമക്കൾ രക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ അവസാനത്തെ അവസ്ഥ. ദാനിയേൽ പ്രവചനത്തിൽ ഈ വിഷയം പറയുന്നുണ്ടല്ലോ, അതൊന്ന് വിശദീകരിക്കാമോ? അതെ, ദാനിയേൽ 9 കാണുന്ന 70 ആഴ്ചവട്ടത്തെ കുറിച്ചാണ് പറയുന്നത്. 7 വർഷം എന്ന് പറഞ്ഞാൽ ഒരാഴ്ചവട്ടം. അപ്പോൾ 7 × 70 എന്ന് വെച്ചാൽ 490 ആഴ്ച. ബാബേൽ പ്രവാസത്തിന് ശേഷം എഴുതിയ ആഴ്ചവട്ടം 49 വർഷം ശേഷം യെരൂശലേമിനെ വീണ്ടെടുത്തതും വീഥികളും കിടങ്ങളും പണിയുവാനും അങ്ങനെ 62 ആഴ്ചവട്ടം അഥവാ 446 വർഷം കഴിയുമ്പോൾ മശീഹ ഛേദിക്കപ്പെടുമെന്ന് പ്രവചിക്കുന്നു. 481 വർഷം കഴിയുമ്പോൾ യേശു ക്രിസ്തു ഒരു കഴുതപ്പുറത്ത് ജെറുസലേമിൽ 2 പ്രവേശനം ചെയ്യുന്നത് നമുക്ക് കാണാം. വചനത്തിൽ മുൻ പറഞ്ഞ പ്രകാരം സംഭവിച്ചത് അത്ഭുതകരമാണല്ലോ. യഹൂദന്മാർക്ക് സന്തോഷമായി കാണുമല്ലേ? ഒരിക്കലുമില്ല. നസ്രയത്തായ യേശുവിനെ അവർ നസ്രയത്തിൽ ജനിച്ച യേശുവിനെ അവർ വിശ്വസിച്ചിരുന്നില്ല. തന്റെ മശീഹയായിരുന്നു യേശു ക്രിസ്തുവിന്റെ പൈതലായിരുന്നു അവർ വിശ്വസിച്ചില്ല. അതുകൊണ്ട് തന്നെ അവരെ